ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ചാനലിൽ ഈ 1 മന്ത് കൊണ്ട് തന്നെ എത്രയും വേഗം 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങളുടെ ചാനലിൽ അത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ, അതായത് വിത്തിൻ 2 വീക്ക് അല്ലെങ്കിൽ 3 വീക്ക് അതിനുള്ളിൽ തന്നെ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവും. നമ്മൾ ആദ്യം വാച്ച് അവർ എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന എന്തോ ആണ്, ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവും അല്ലെങ്കിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആവുന്നതാണ്. അങ്ങനെയല്ല. യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ 500 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ വ്യൂസും ഉണ്ടെങ്കിൽ നമ്മുടെ വാച്ച് അവർ ഹാഫ് മോണി ആവും, അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ആവും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, അതായത് 3000 വാച്ച് അവർ ആണ്. ദെൻ സെക്കൻഡ് അതിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ വ്യൂസും. അത് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഷോർട്സ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ 4000 വാച്ച് അവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് ഒത്തിരി പാടും ടഫുള്ള കാര്യമാണ്. പക്ഷേ ടഫ് ഇല്ലാതെ നിങ്ങൾക്ക് നല്ല നല്ല കണ്ടൻറ്റുള്ള ഷോർട്ട് വീഡിയോസ് ഇട്ട് 1 മില്യൺ 2 മില്യൺ വെച്ച് പെട്ടെന്ന് തന്നെ 10 മില്യൺ വ്യൂസ് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങളുടെ ചാനൽ 4000 വാച്ച് അവറിലോട്ട് എത്തിക്കാൻ സാധിക്കും. അതല്ല, നിങ്ങൾക്കത് പാടാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ലോങ് വീഡിയോസാണ്. മാക്സിമം നമ്പർ ഓഫ് ലോങ് വീഡിയോസ് നിങ്ങൾ ഇടുക. ഡെയിലി 2 ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ വീഡിയോസ് ഇടുക. അപ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 500 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളെ ചാനലിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് 4000 വാച്ച് അവർ വേണം എങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ ആവും. അങ്ങനെ ഈ 2 ക്രൈറ്റീരിയാസാണ് നമ്മുടെ യൂട്യൂബിലുള്ളത്. ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും വീഡിയോസ് ഇട്ട് തുടങ്ങാനും. അതല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഷോർട്ട് വീഡിയോസ് മാത്രം ഇടും, ലോങ് വീഡിയോസ് ഇടൂല, വാച്ച് അവർ കയറത്തൂല, ഒന്നും ഉണ്ടാകത്തില്ല. അതേസമയം നിങ്ങൾ ഷോർട്ട് വീഡിയോസ് മില്യൺ ഇല്ലെങ്കിൽ പോലും ഈ നമ്മുടെ ലോങ് വീഡിയോസ് വഴി നിങ്ങളെ ചാനൽ ഒത്തിരി 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 ഉയരത്തിലെത്തിക്കാൻ സാധിക്കും. അതായത് നല്ല രീതിയിൽ വീഡിയോസ് ലെന്തി ആയിട്ടോ അല്ലെങ്കിൽ സ്മോൾ വീഡിയോസ് ആണെങ്കിൽ പോലും, അതായത് 5 മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് ആണെങ്കിൽ പോലും നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങളുടെ ചാനൽ 4000 വാച്ച് അവർ എത്രയും വേഗം തന്നെ ആവും. ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കുക. എന്നും നിങ്ങൾ ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്യാതെ ഡെയിലി വീഡിയോസ് ഇടണം. ഒരു ഷോർട്ട് വീഡിയോ, ഒരു ലോങ് വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ ഇട്ടിരിക്കണം. കൂടുതലിട്ടാൽ കുറച്ചുകൂടി നല്ലതാണ്. അതെല്ലാം പറ്റാത്ത സാഹചര്യം, നമുക്ക് ഹൗസ് വൈഫ്സ് കാണും, അല്ലെങ്കിൽ ഒത്തിരി ഓഫീസിലൊക്കെ ജോലിക്ക് പോണവർ കാണും, അങ്ങനെ ഒത്തിരി പേര് കാണും. അപ്പം എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇടുക. പക്ഷേ എങ്ങനെയായാലും എത്ര ഇതായാലും നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഫോക്കസാണ്. നമുക്ക് വാച്ച് അവർ കിട്ടണം, കംപ്ലീറ്റ് ചെയ്യണം, മോണിറ്റൈസേഷൻ ആണ്, നമ്മളെ ചാനൽ നല്ലൊരു രീതിയിൽ എത്തണം എന്നുള്ളത് നമ്മുടെ മാത്രം ആയിട്ടുള്ള ഒരു അംബീഷനാണ്, അല്ലേ? അത് വേറെ ആരും വന്ന് നമുക്കിതൊന്നും ചെയ്തു തരുമോ? തരത്തില്ല. ആരും നമുക്കിതൊന്നും വന്ന് ചെയ്തു തരും. നമ്മൾ എത്രത്തോളം വീഡിയോസ് ഇടാൻ പറ്റും, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, മറ്റുള്ളവരുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ എത്ര മാത്രം വീഡിയോസ് ഇടാൻ പറ്റുമോ അത്രയും ഇടുക. അപ്പോൾ നമ്മുടെ ചാനൽ എത്രയും വേഗം തന്നെ മോണിറ്റൈസേഷനായി കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ കണക്കിന് ഡെയിലി 1 വീഡിയോസ് വെച്ചിടണം, ലോങ് വീഡിയോ ഇടണം, ഷോർട്ട് വീഡിയോസ് ഇടണം. പിന്നെ ഇത് ചുമ്മാ അങ്ങ് കയറി ഇടരുത്, എങ്കിൽ നമ്മുടെ വാച്ച് അവർ ഒന്നും കയറാൻ പോണില്ല. നമ്മുടെ സിസ്റ്റം, നമ്മുടെ YT സ്റ്റുഡിയോയിൽ പോയിട്ട് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് എടുക്കുമ്പോഴത്തേക്കും നമുക്കുള്ള ടൈം കാണും. ഏത് ടൈമിൽ ഇട്ടാലാണ് നമ്മുടെ വീഡിയോസ് വൈറൽ ആവുന്നത് എന്ന് വയലറ്റ് കളറിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോ, ഇപ്പം ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ 4:30 വൈകുന്നേരം ഒരു 4:30ക്ക് വീഡിയോസ് ഇടുമ്പോഴാണ് എൻ്റെ ലോങ് വീഡിയോസ് കയറുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കറക്റ്റ് 4:30 അപ്പം എൻ്റെ വീഡിയോസ് ഇടണം. കാര്യം എനിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഓഡിയൻസ് ഉണ്ട്, അവർ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് കണ്ടില്ലെങ്കിൽ അവർ നോക്കും, ഇല്ല അവരിട്ടിട്ടില്ല. നമ്മൾ ഇട്ടില്ലെങ്കിൽ അവർ അയ്യോ, ആദ്യം ഒന്ന് അന്വേഷിക്കും, അയ്യോ ഇട്ടില്ലല്ലോ എന്ന്. പക്ഷെ 2-3 ദിവസം നമ്മൾ ഇടാതിരുന്ന എന്ത് സംഭവിക്കും? നമ്മുടെ ഓഡിയൻസ് അങ്ങ് പോവും. അവർ വേറെ വീഡിയോസിലോട്ട് പോയി അഡിക്റ്റായി ആ വീഡിയോസ് കാണാൻ പോകും. മനസ്സിലാവുന്ന? അപ്പം നമ്മുടെ ഓഡിയൻസ് നമ്മളിൽ തന്നെ നിൽക്കണം. അതുപോലെ തന്നെ പുതിയ ഓഡിയൻസ് നമ്മളിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസ് നിശ്ചിതമായിട്ടൊരു ടൈം നമ്മൾ വെക്കണം. ആ ടൈം അത് നമ്മൾ ചുമ്മാ ചൂസ് ചെയ്താൽ പോരാ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് YT സ്റ്റുഡിയോ ഉണ്ട്. YT സ്റ്റുഡിയോയിൽ
സെറ്റിങ്സിൽ അനലിറ്റിക്സ് ഉണ്ട്. അതിൽ കയറിയിട്ട് നമ്മുടെ സമയം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ സമയത്തിൽ തന്നെ നമ്മൾ വീഡിയോസ് ഇടുക. ഓക്കെ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒത്തിരി പേര് കാണും അല്ലേ? ഡീമോട്ടിവേറ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് പേര് കാണും. കാര്യം നിനക്ക് വ്യൂസ് അത് നമ്മൾ ഇടുന്ന വീഡിയോസിന് ഒരു 100-നകത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 50-നകത്തൊക്കെയും വ്യൂസ്. അപ്പോൾ എല്ലാവരും പറയും, അയ്യോ നിനക്ക് ഇത്ര വ്യൂസൊക്കെ അല്ലേ ഉള്ളൂ, നിൻ്റെ ചാനൽ കയറത്തൊന്നുമില്ല, നീ ഇടണ്ട എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേര് കാണും. എല്ലാവരും അല്ല, സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് കാണും. ഇങ്ങനെ മുന്നോട്ട് പോ, നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പോരായ്മ ഉണ്ടെങ്കിലും അത് സാരമില്ല, നീ നന്നായിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും നമുക്ക് ഡീമോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കാനും ഒരുപാട് പേര് കാണും. അതൊന്നും നമ്മൾ ചെവി കൊള്ളരുത്. അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നിന്നാൽ നമുക്ക് അവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ അതിനെയെല്ലാം മാറ്റി നിർത്തിയിട്ട് വേണം, ഒരു മുള്ളുവേലി അത് കടന്ന് അകത്ത് ചെല്ലണം. അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കണം, നമ്മുടെ മുള്ളുവേലിയാണ്, ഇത് കടന്ന് നമ്മൾ മോണിറ്റൈസേഷനായി നമ്മൾ അകത്തോട്ട് പോകണം. അതുവരെ വരുന്ന എല്ലാ ഇതിനെയും നമ്മൾ ബാൻ ചെയ്യണം, ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സൈനിങ് ഓഫ്.